നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നതാണോ? എന്തുകൊണ്ടാണ് ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തൊട്ടതൊക്കെ പൊന്നായി മാറുന്നു, എന്നാൽ മറ്റു ചിലർ എത്ര കഠിനാധ്വാനം ചെയ്താലും എപ്പോഴും പരാജയവും ദാരിദ്ര്യവും മാത്രം അനുഭവിക്കുന്നു? നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും അല്ലേ? അത് അവരുടെ തലവിധിയാണോ? എന്നാൽ നമ്മുടെ പുരാതന ശാസ്ത്രങ്ങൾ ചാണക്യനീതി പറയുന്നത് മറ്റൊന്നാണ്. എല്ലാം നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. അതോ എല്ലാം ഭാഗ്യം മാത്രമാണോ? അതുമല്ല. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങളുടെ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളാണ്. അതെ, നിങ്ങളുടെ പ്രഭാതങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും. നമ്മുടെ ദിവസത്തിൽ ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ അവറാണ്. അതെ, അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു വിത്ത് പാകത്തിനുള്ള പല ആകർഷകമായ മണ്ണുകൾ പോലെയാണ്. അവിടെ നിങ്ങൾ എന്ത് ചിന്തകളാണോ വിതയ്ക്കുന്നത് അതായിരിക്കും കൊഴിയുന്നത് അന്നത്തെ ദിവസത്തിൻ്റെ കാര്യം. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി മാറുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഭൂരിഭാഗം പേരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് എന്താണ്, ഒരു അലാറം അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് തന്നെ ആദ്യം എന്താണ്, നമ്മുടെ ഫോണുകളായിരിക്കും. ഫോണുകൾ വീണ്ടും വീണ്ടും അലാറം വീണ്ടും വീണ്ടും സൂം ചെയ്ത് വെക്കുന്നതായിരിക്കും നമ്മൾ പലരും ചെയ്യുന്നത് അല്ലേ? പലരും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോണിൽ വാട്സപ്പ് സ്റ്റാറ്റസ് എന്താണ്, ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് എന്താണ്, ഓരോ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മൾ പലരും ഫോണുകളായിരിക്കും ആദ്യം തന്നെ ഉപയോഗിക്കുന്നത്. സോ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ വിജയവും പരാജയവും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. സോ നമ്മുടെ പ്രഭാതങ്ങൾ എങ്ങനെയാണ് ഭാഗ്യത്തെയും വിജയത്തിൻ്റെയും വിത്തുകളാക്കി മാറ്റാം? ശാന്തമായി ഉണരുന്ന രീതി മുതൽ രാവിലെ ചെയ്യേണ്ട എക്സസൈസ് മുതൽ നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, രാവിലെ ചെയ്യേണ്ട മെഡിറ്റേഷൻ, ഹൃദയസ്പന്ദനം, വിഷ്വലൈസേഷൻ എന്നിവയിലൂടെ നിങ്ങളുടെ തലവിധി തന്നെ എങ്ങനെ തിരുത്തി എഴുതാമെന്ന് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭാഗ്യം എന്നത് ഒരു അത്ഭുതമല്ല, മറിച്ച് ശരിയായ തയ്യാറെടുപ്പുകളിലൂടെ ചിട്ടയായ പ്രഭാതശീലങ്ങളിലൂടെ നമുക്ക് സ്വന്തമായി സൃഷ്ടിക്കാവുന്ന ഒന്നാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വരാൻ നിങ്ങൾ രാവിലെ അറിഞ്ഞിരിക്കേണ്ട 9 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവൻ ഭാഗം കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ്, ശാന്തമായി ഉണരുക. വേക്കപ്പ് ക്വയറ്റ്ലി. രാവിലെ അലാറം കേട്ട ഉടൻ ചാടി എഴുന്നേൽക്കാതെ 30 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെ ശാന്തമായി കിടക്കുക. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരവും തലച്ചോറും ക്രമേണ ജാഗ്രതയിലേക്ക് മാറുകയാണ്. പെട്ടെന്ന് ഫോൺ നോക്കുകയോ ജോലിയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്താൽ സമ്മർദ്ദം കൂടുന്നതായി പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഉറക്കം എണീറ്റുടങ്ങി 3 ആഴത്തിൽ ശ്വാസങ്ങൾ ഇൻഹേലും എക്സേലും ചെയ്യുക. ഇന്നൊരു പുതിയ ദിവസമാണെന്ന് മനസ്സിൽ പറയുക. പുഞ്ചിരിയോടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ 10 മുതൽ 15 മിനിറ്റ് വരെ ഫോൺ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി രണ്ടാമത്തത്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞ പ്രകടിപ്പിക്കുക. രാവിലെ നിങ്ങൾ നന്ദിയുള്ള 3 കാര്യങ്ങൾ ഓർക്കുക. എന്തുകൊണ്ട് കൃതജ്ഞ പാലിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുമെന്നും നിരവധി മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, താങ്ക് ഗോഡ്. എനിക്ക് നല്ല കുടുംബമുണ്ട്, താങ്ക് ഗോഡ്. ഇന്ന് വീണ്ടും ശ്രമിക്കാൻ അവസരമുണ്ട്, താങ്ക് ഗോഡ് എന്ന് കൃതജ്ഞയോടെ മനസ്സിൽ ദൈവത്തിനോട് നന്ദി അർപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ്, എന്തെങ്കിലും നൽകുക, ഗീവ് സംതിങ്. ഇത് പണം നൽകുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നൽകാൻ നല്ലൊരു പുഞ്ചിരി, നല്ലൊരു വാക്ക്, അത് നല്ലൊരു ദിവസത്തിന് തുടക്കമായി മാറാം. നമ്മുടെ ബാൽക്കണിയിലുള്ള ഒരു ചെറിയൊരു പക്ഷിക്ക് ഒരു വെള്ളം നൽകുന്നതോ ഫുഡ് നൽകുന്നതോ അത് നല്ലതാണ്. ഗിവിങ് സംതിങ് എന്ന് പറയുന്നത്. സഹായം ആവശ്യമുള്ള ഒരാൾക്ക് ഒരു ചെറിയൊരു സഹായം, ഒരു പക്ഷേ അത് നമ്മുടെ പുഞ്ചിരിയാണെങ്കിൽ പോലും അത് നമുക്ക് നൽകാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ സഹായിക്കുന്നത് പലർക്കും സന്തോഷവും ജീവിതത്തിന് സംതൃപ്തിയും വർദ്ധിക്കാനും അനുഭവിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ്, നെഗറ്റീവ് ഒഴിവാക്കുക. പ്രഭാതത്തിൽ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ മനസ്സിൻ്റെ
കവാടമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽറ്റ ശേഷമുള്ള ആദ്യത്തെ മണിക്കൂർ അത് കിട്ടുന്ന വികാരങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് പലരും ഈ സമയത്തെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ പലരും ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ണ് തുറന്ന ഉടനെ മൊബൈൽ എടുക്കുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു, അവരുടെയൊക്കെ വഴക്കിടുന്നത് കാണുന്നു. എന്താണ് അപകടം, ആരാണ് എന്ത് പറഞ്ഞു എന്ന നെഗറ്റീവുകളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. സോ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. എങ്ങനെ ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ തന്നെ സമ്മർദ്ദത്തിലോട്ട് പോവുകയാണ്. അതിനു പകരം ആദ്യത്തെ 1 മണിക്കൂർ കഴിയുന്നത് നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. പ്രചോദനം നൽകുന്ന ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള പേജുകൾ വായിക്കുക, ശാന്തമായ സംഗീതം കേൾക്കാം, പ്രകൃതിയെ നോക്കി സമയം ചെലവഴിക്കാം. ഓർക്കുക, രാവിലെ മനസ്സിൽ വിതയ്ക്കുന്ന ചിന്തകളാണ് ദിവസം മുഴുവനും വളരുന്നത്. 5ാമത്തെ പോയിന്റ്, ശരീരത്തിന് ഊർജം നൽകുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഉറക്കത്തിൽ നമ്മുടെ ശരീരം മണിക്കൂറുകളോളം ഒരേ നിലയിലാണ്. അതുകൊണ്ട് എഴുന്നേറ്റ ഉടൻ ശരീരത്തെ കുറച്ച് ചലിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. വലിയ ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല. 5 മിനിറ്റ് ആയിക്കോട്ടെ, നമ്മളെ വീട്ടിൽ തന്നെ നമ്മെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ, ചെറിയ യോഗ, ചെറിയൊരു മെഡിറ്റേഷൻ, അത് നമുക്ക് തന്നെ നൽകുന്ന ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, അത് നമ്മളുടേത് മാത്രമായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ കുറച്ച് യോഗ ആസനങ്ങൾ ചെയ്യുക. കൂടാതെ രാവിലെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എല്ലാം നല്ല ശീലമാണ്. ശരീരം ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്നത് മനസ്സിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതാണ്. ദിവസത്തെ ജോലി ചെയ്യാനും കൂടുതൽ തയ്യാറെടുപ്പുകൾ തോന്നാനും നമുക്കിത് വളരെ പോസിറ്റിവിറ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതൊന്നാണ്. 6ാമത്തെ പോയിന്റ്, നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കുക. സോ അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് തന്നെ ആചാര്യ ചാണക്യ മുതൽ ഇന്നത്തെ ഒരുപാട് പുരാതന ശാസ്ത്രങ്ങൾ പോലും പറഞ്ഞിട്ടുള്ള ഒന്നാണ് മെഡിറ്റേഷൻ. യെസ്, നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ തിരക്കാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം തിരക്കല്ല, മനസ്സിലെ അനാവശ്യമായ ചിന്തകളാണ്. അതിന് മെഡിറ്റേഷൻ എന്നത് ചിന്തകളെ ബലമായി നിയന്ത്രിക്കുന്ന ഒന്നല്ല, അവയെ ശാന്തമായി നിരീക്ഷിക്കാൻ പഠിക്കുകയാണ്. രാവിലെ 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രമിക്കുക. ദാറ്റ് ഈസ് ഇൻഹേൽ ആൻഡ് എക്സേൽ പ്രോസസ്. മനസ്സ് മറ്റെടുത്തെങ്കിലും പോയാൽ വിഷമിക്കേണ്ട, വീണ്ടും മെഡിറ്റേഷൻ ചെയ്യുക. ഒരു ചെറിയ ശീലം മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ, ജാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും സ്വയം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കൂടുതൽ ഒരുപാടൊന്നും ചിന്തിക്കാതെ നമ്മളുടേതായ ഒരു ലോകത്തോട്ട് മാത്രമായിട്ട് നമുക്ക് എന്ത് സന്തോഷം നൽകുന്നു അത് മാത്രം ചിന്തിക്കാനും അതുമാത്രം പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറെടുപ്പ് എടുക്കേണ്ടതാണ്. യെസ്, അടുത്തൊരു പോയിന്റ്, ദിവസത്തിനുള്ള ലക്ഷ്യം നിശ്ചയിക്കുക. ലക്ഷ്യമില്ലാത്ത യാത്ര ചെയ്യുന്നത് കപ്പൽ എവിടെയും എത്തില്ല. അതുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ദിവസം തുടങ്ങുന്നതും ആളുകൾ പലപ്പോഴും സമയം പാഴാക്കുന്നത്. രാവിലെ 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇന്ന് തീർച്ചയായും പൂർത്തീകരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക. അത് ഫോണിൽ കുറിക്കുന്നത് പോലെയല്ല, നമ്മൾ എഴുതുക തന്നെയാണ് ചെയ്യേണ്ടത്. എഴുതും തോറും അത് ബ്രെയിൻ സ്റ്റിമുലസ് ടു റെസ്പോൺസ് എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ എന്ത് എഴുതുന്നു അത് നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മളത് പതിപ്പിക്കുന്ന ഒന്നാണ്. ഒരു പ്രധാനം, ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ എന്ത് പഠിക്കാം, യൂട്യൂബിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ചെറിയതായാൽ പോലും പോയിൻ്റായിട്ട് നമ്മൾ ഡയറിയിൽ നമ്മൾ എഴുതി വെക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ലക്ഷ്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട 3 കാര്യങ്ങളെപ്പറ്റി ഒരു ഡയറിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ടതാണ്. ഇന്ന് 30 മിനിറ്റ് എനിക്കൊരു പുതിയ കഴിവ് പഠിക്കണം, അന്ന് എഴുതുക. ഇന്നൊരു യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് എനിക്ക് പൂർത്തീകരിക്കണം എന്നുള്ളത് ഡയറിയിൽ എഴുതുക. ഇന്ന് കുടുംബത്തോട് എനിക്ക് 30 മിനിറ്റ് ചിലവഴിക്കണം, അവിടെ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇന്ന് എനിക്ക് പുതിയൊരു സ്കില്ല് പഠിക്കണം എന്നുള്ളത് ഓരോന്നും എൻ്റെ ലക്ഷ്യം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ അംബീഷൻ ഇതാണ് എന്നുള്ളത് ദിവസവും ഡയറിയിൽ എഴുതി വെക്കുക. എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3 പോയിന്റുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇതിന് മറ്റൊരു ഗുണവുമുണ്ട്. ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ വിജയബോധം ഉണ്ടാകും. അത് അടുത്ത ജോലി തുടങ്ങാനുള്ള ആത്മവിശ്വാസവും പ്രചോദനം നൽകുന്നു. അതുപോലെ ദിവസം അവസാനിക്കുമ്പോഴും രാവിലെ എഴുതിയ ലിസ്റ്റ് വീണ്ടും നോക്കുക. പൂർത്തിയായ കാര്യങ്ങൾക്ക് മുന്നിൽ ഒരു ടിക്ക് ചെയ്യുക. പൂർത്തിയാകാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിരാശപ്പെടേണ്ട, പകരം നാളെ അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ടാണ് നാളെ രാവിലെ മുതൽ
ഒരു ചെറിയ ശീലം തുടങ്ങുക. എഴുന്നേൽച്ച ശേഷം വെറും 5 മിനിറ്റ് എടുത്ത് ഇന്ന് എൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതി വെക്കുക. ആ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ദിവസത്തെയും വ്യക്തിത്തെയും സമയത്തെയും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. വിജയിക്കുന്ന ആളുകൾ നമ്മളെക്കാൾ കൂടുതൽ സമയം ലഭിക്കുന്നത് കൊണ്ടല്ല, അവർ വിജയിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർ എഴുതി മുൻകൂട്ടി ഒരു ധാരണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. 8ാമത്തെ പോയിന്റ്, സ്വയം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട വ്യക്തി നമ്മൾ തന്നെയാണ്. രാവിലെ കണ്ണാടിക്ക് മുന്നിൽ സ്വയം ചില നല്ല വാക്കുകൾ പറയുക. എനിക്ക് പഠിക്കാൻ കഴിവുണ്ട്. ഞാൻ ഇന്നലത്തേക്കാൾ ഇന്ന് മെച്ചപ്പെട്ടു. പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ശ്രമം നിർത്തുന്നില്ല. ഈ വെറും 3 വാക്കുകൾ മാത്രമല്ല, ഇതൊരു ഗോൾഡൻ മാജിക്കൽ വേർഡ്സ് ആണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ സ്വയം പ്രോത്സാഹിപ്പിക്കുന്നത് ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്നു. ഓർക്കുക, ലോകം നിങ്ങളെ വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ആത്മവിശ്വാസം തന്നെയാണ് എല്ലാത്തിനേക്കാളും പ്രധാനം. ദ ലാസ്റ്റ് പോയിന്റ്, 9th, വിഷ്വലൈസേഷൻ. മനസ്സിൽ ആദ്യം വിജയത്തെ കാണുക, പിന്നെ അതിനായി പ്രവർത്തിക്കുക. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വീഡിയോയിലെ അവസാനത്തെ ഏറ്റവും ശക്തമായ ഭാഗത്തിലൊന്നാണ്. അതാണ് വിഷ്വലൈസേഷൻ എന്ന വിഷയത്തിലേക്ക്. ആദ്യം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു വീട് പണിയുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നത്? ആദ്യം അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുക. ഒരു എഞ്ചിനീയറിംഗ് മനസ്സിലേക്ക് പേപ്പറിലേക്ക് ആ വീടിൻ്റെ രൂപം വ്യക്തമായി കാണുക. അതിനുശേഷമാണ് നിർമ്മാണം ആരംഭിക്കുന്നത്, അല്ലേ? നമ്മുടെ ജീവിതവും അതുപോലെയാണ്. പലപ്പോഴും നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ വിജയത്തിലേക്ക് ജീവിതത്തെ എങ്ങനെ എത്തിക്കാം എന്നത് ഒരു വ്യക്തിയുമായി മനസ്സിൽ കാണാറില്ല. അതാണ് വിഷ്വലൈസേഷൻ എന്ന ശീലം നമ്മെ പഠിപ്പിക്കുന്നത്. രാവിലെ വെറും 2 മുതൽ 5 മിനിറ്റ് വരെ ശാന്തമായി ഇരിക്കുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ വ്യക്തമായി ചിത്രീകരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെ ജോലിക്ക് പോകുന്നു. നിങ്ങളുടെ ബിസിനസ് വളരുന്നു. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ പ്രേക്ഷകരെ സബ്സ്ക്രൈബ് ലഭിക്കുന്നു. നിങ്ങളുടെ കുടുംബം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു. സാമ്പത്തികമായി നിങ്ങൾ ക്രമേണ മുന്നോട്ട് പോകുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ വെറും കാണുക മാത്രമല്ല, ആ നിമിഷത്തിൻ്റെ സന്തോഷം മനസ്സിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യം ഭാവിയെ നിയന്ത്രീകരിക്കാനും മാറ്റുന്നത് മാത്രമല്ല, പകരം നിങ്ങൾ എന്താണ് വേണ്ടത് എന്ന് മനസ്സിൽ കൂടുതൽ വ്യക്തമായി നൽകുക എന്നതാണ് ലക്ഷ്യം. വ്യക്തമായാൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പരിശ്രമിക്കുന്നതും കൂടുതൽ എളുപ്പമാണ്. വിഷ്വലൈസേഷൻ മാത്രമല്ല വിജയത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എത്ര മനോഹരമായി വിജയത്തെ കണ്ടാലും അതിനുവേണ്ടി ദിവസവും പഠിക്കണം, കഠിനാധ്വാനം ചെയ്യണം, പരാജയങ്ങളിൽ നിന്നും പഠിക്കണം, സ്ഥിരതയോടെ മുന്നോട്ട് പോകണം. വിഷ്വലൈസേഷൻ ഒരു തുടക്കമാണ്. പ്രധാനമായി നിങ്ങൾ യഥാർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ ഒരു അധ്യാപകനാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അതൊരു സ്വപ്നത്തിൽ മനസ്സിൽ കാണുക. തുടർന്ന് പഠിക്കുക, പരീക്ഷ എഴുതുക, കഴിവുകൾ വികസിപ്പിക്കുക. നിങ്ങൾ ഒരു വിജയകരമായ യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൻ്റെ ലക്ഷ്യം മനസ്സിൽ കാണുക. പക്ഷെ അതിനോടൊപ്പം സ്ഥിരമായി നല്ല വീഡിയോകൾ തയ്യാറാക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പ്രേക്ഷകരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ദിവസവും ഒരു ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങൾ ഒരിക്കൽ മനസ്സിൽ കണ്ട കാര്യം അത് ജീവിതത്തിൽ യഥാർത്ഥമായി മാറുന്നത് നിങ്ങൾ തന്നെ കാണാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഭാഗ്യം എന്നത് വെറും കാത്തിരുന്നാൽ കിട്ടുന്ന ഒന്നല്ല. നമ്മുടെ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ശീലങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ, തുടർച്ചയായ പരിശ്രമമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 9 പ്രഭാത ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് പറയുന്നില്ല. എന്നാൽ ഇവ ആത്മാർത്ഥമായി സ്ഥിരമായി പിന്തുടർന്നാൽ നിങ്ങളുടെ ചിന്താഗതിയും ആത്മവിശ്വാസത്തെയും അച്ചടക്കത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ആ മാറ്റങ്ങളാണ് ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക്, വളർച്ചയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ ഇന്ന് ഈ 9 ശീലങ്ങൾ ഒരുമിച്ച് തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ ദിവസം ഓരോ ശീലങ്ങളായി മെച്ചപ്പെടുത്തുക. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ വലിയ നേട്ടങ്ങളാക്കി മാറാം. ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 9 പ്രഭാത ശീലങ്ങളിൽ
നാളെ രാവിലെ മുതൽ നിങ്ങൾ ആദ്യം തുടങ്ങാൻ പോകുന്ന ശീലം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിലൂടെ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ മറുപടി മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് നൽകുക. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കോടും കുടുംബത്തിനോടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും മറ്റൊരു അറിവുമായിട്ട് എത്തിക്കുന്നതുവരെ നന്ദി, നമസ്കാരം.